സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശ്രീലങ്കയിൽ നാശം വിതച്ചുകൊണ്ട് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 56 പേർ മരിക്കുകയും 25ഓളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊളംബോയിൽ മോശപ്പെട്ട കാലാവസ്ഥയുമാണ്. അതുകൊണ്ട് വിമാനങ്ങളെല്ലാം വഴിതിരിച്ചു വിടുന്നുണ്ട്. കൂടുതൽ വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. മരണസംഖ്യ 56 കടന്നെന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ പ്രകാരം എത്രയാണ് മരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിന് സമയമെടുക്കും. എന്തായാലും 25നും 50നും ഇടയിൽ ആൾക്കാരെ കാണാതായിട്ടുണ്ട്. വാവുനിയ, കാണ്ടി എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട നിലയിലാണ്. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളെല്ലാം അടച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തോട്, അയൽ രാജ്യങ്ങളോടും ശ്രീലങ്കൻ ഭരണകൂടം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗവൺമെന്റ്. എല്ലാ മുൻകരുതലുകളും സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എടുത്തിട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയിൽ വരാൻ സാധ്യത കുറവാണ്. എന്തായാലും അത് ശ്രീലങ്കൻ തീരങ്ങളിൽ നിന്ന് ഇന്ത്യ തീരയിലെ, അതായത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായുള്ള അഭിപ്രായം. ശ്രീലങ്കയിൽ വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പലരെയും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ശ്രീലങ്ക, നമ്മുടെ അയൽ രാജ്യമാണ്. നമ്മളെല്ലാം ശ്രീലങ്കയെയും അവിടെയുള്ള ജനങ്ങളെയും സഹായിക്കണമെന്നും ഈ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കൊടുങ്കാറ്റായാലും പേമാരി ആയാലും വെള്ളപ്പൊക്കമായാലും നേരിടാൻ നമ്മൾ സജ്ജമായി ഇരിക്കണമെന്നും ഗവൺമെന്റുകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല. ഏതാനും മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും. അതുവരെ നമ്മൾ കാത്തിരുന്നാലേ ഒക്കുള്ളൂ. എന്തായാലും വളരെയധികം ശ്രീലങ്ക പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട നിലയിലാണ്. ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഭയവിഹുലരായും കഴിയുകയാണ്. കാര്യം ശ്രീലങ്ക എന്ന് പറയുന്നത് ചെറിയ ഒരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ രാജ്യം. അതായത് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് 15 കിലോമീറ്ററാണ് നമ്മുടെ ശ്രീലങ്കയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. എന്തായാലും ശ്രീലങ്കയിൽ എന്തെങ്കിലും ഒരു ചുഴലിക്കാറ്റോ പേമാരിയോ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ തമിഴ്നാടും ആന്ധ്രാപ്രദേശും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. എന്തായാലും ശരി, നമ്മളെല്ലാം എല്ലാ മുന്നറിയിപ്പുകളും മുൻകരുതലുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാനൊക്കൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.